മുല്ലവള്ളിയും തേന്മാവും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വീഡിയോ മനഃപൂർവ്വം വൈകിക്കുന്നതല്ല. ഇവിടുത്തെ സ്ഥിതിഗതികൾ കുറച്ച് മോശമാണ്. എന്നും അലേർട്ട് മെസ്സേജും അതേപോലെ തന്നെ ഇടിയും വെടിയും പുകയും മാത്രമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇപ്പം നമ്മളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കഥ എഴുതാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവാറില്ല. അതാണ് സത്യം. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഥയിലേക്ക് കടക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മുല്ലവള്ളിയും തേന്മാവും. യോ, നീ ഇപ്പോൾ തന്നെ ദേഷ്യം പിടിക്കല്ലേ. നിനക്ക് ദേഷ്യം പിടിക്കാനുള്ള വേറൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ശില്പ തൻ്റെ കയ്യിലിരുന്ന ഫോൺ അവന് നേരെ നീട്ടി. അഭി ശില്പയുടെ കയ്യിലിരുന്ന ഫോണിലേക്ക് ഉറ്റുനോക്കിയിരുന്നു പോയി. അതിൽ നിറയെ നിമിഷയുടെ ഫോട്ടോകളാണ്. പകുതിയിൽ കൂടുതലും ഫോട്ടോകളും അല്പം വൃത്തികേടായി തോന്നി അഭിക്ക്. കാരണം അതിൽ മിക്കതിലും ശരീരം അല്പം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ളതാണ്. അഭിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിമിഷയുടെ ഇങ്ങനെയുള്ള ഫോട്ടോകളെല്ലാം എന്തിനാണ് ശില്പക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് അഭി അന്നേരം ചിന്തിച്ചത്. അഭിയുടെ മുഖം മാറുന്നത് കാണെ നിമിഷയും അതിലേക്കൊന്ന് എത്തി നോക്കി. അത് കണ്ടപാടെ അവളുടെ നെഞ്ചിടിച്ചുപോയി. അവളുടെ മുഖം വിളറി വെളുത്തു. നിനക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും കലങ്ങിയിട്ടില്ല അല്ലേ അഭിക്കുട്ട? ശില്പ അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ നിമിഷ എനിക്കിങ്ങനെയുള്ള ചിത്രങ്ങൾ അയച്ചത് എന്ന് അല്ലേ? എന്നാ അതങ്ങനെയല്ല. ഇത് നിമിഷ എനിക്ക് അയച്ചതല്ല, കേദറിനെ അയച്ചതാ. കേദർ? അബിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആ, കേദർ. അതാരാണെന്നറിയാമോ? അതും ഞാൻ തന്നെ. ശില്പ പറയവേ അബിക്ക് അങ്ങ് ഇരിഞ്ഞങ്ങ് കയറി. നീ നീ എന്തൊക്കെയാ ഈ പരസ്പരബന്ധമില്ലാതെ പറയുന്നേ? അബി ഉറക്കെ ചോദിച്ചു പോയി. എല്ലാം കൂടെ തലക്ക് വട്ടുപിടിക്കുന്നു. അതായത് രമണ, ഈ കേദർ എന്ന് പറയുന്നത് എൻ്റെ ഫേക്ക് ഐ ഡി ആയിരുന്നു. ഞാൻ ഒരു ചൂണ്ടയിട്ട് നോക്കി. ദേ ഈ നിൽക്കുന്ന നിൻ്റെ ഭാവി വധു അതിൽ കയറി കൊളുത്തുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് എന്തായിരുന്നു അവളുടെ പ്രഹസനം? ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ നിൽക്കുന്നവൾക്ക് പ്രേമം തോന്നിയത് കേദറിനോടാണ് ആയിരുന്നു എന്ന് പോലും. സത്യം പറയാലോ, നിന്നെ എനിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ അബി. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഇവളുടെ ലീലാവിലാസങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നിന്നോട് ഇത്തിരി പാവമൊക്കെ തോന്നി. ഈ കാട്ടുകോഴിയല്ലേ നിൻ്റെ ട്രൂ ലവ് എന്നോർക്കെ എനിക്ക് ചിരിയും വന്നു. ശില്പയുടെ വാക്കുകൾ കേൾക്കെ അബിക്ക് ഭൂമി മൊത്തം കറങ്ങുന്ന പോലെ തോന്നി. കൈവിരലുകൾക്കിടയിലൂടെ തൻ്റെ ജീവിതവും പ്രണയവും ഊർന്നിറങ്ങുന്ന പോലെ തോന്നി. അവൻ പകപ്പോടെ നിമിഷയെ നോക്കി. നിമിഷയുടെ മുഖം വിളറിയിരുന്നു. ആ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം ശില്പ പറഞ്ഞത് അപ്പാടെ ശരിയാണ് എന്നുള്ളത്. അബിയുടെ കയ്യിൽ നിന്നും ശില്പ തൻ്റെ ഫോൺ വേഗത്തിൽ പിടിച്ചു വാങ്ങി. എന്നാൽ ഇനി ഗാമുകനും ഗാമുകിയും കൂടെ പറഞ്ഞു തീർക്ക്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ശില്പ ചാടിത്തുള്ളി മേലോട്ട് കയറിപ്പോയി. എന്നാലും അതിത്തിരി കടന്ന കൈയായി പോയില്ലേ ശില്പമേ? താഴെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നന്ദയുടെ ചോദ്യമാണത്. ദേ നിനക്ക് നന്മമരം കളിച്ച് മതിയായില്ലേ? ഇങ്ങനൊരു പൊട്ടി. അവർ രണ്ടും കൂടെ നിന്നെ ഇട്ട് എന്തോരം കണ്ണീര് കുടിപ്പിച്ചിരിക്കുന്നു. ഇനി അവരൊന്ന് കണ്ണീര് കുടിച്ചു നോക്കട്ടെ. അതിന് മധുരമാണോ ഉപ്പാണോ എന്ന് അവരൊന്നറിയട്ടെന്നേ. ശില്പ നന്ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും നന്ദയ്ക്ക് എന്തോ ഒരു വിഷമം. എന്നാലും ഇല്ല. അതൊക്കെ പോട്ടെ, ഇവളുടെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ശില്പ ഡേവിഡിന് നേരെ തിരിഞ്ഞു. കൊള്ളാമായിരുന്നു. അളകനന്ദ ഞെട്ടിച്ചു കളഞ്ഞില്ലേ? ഡേവിഡ് പറഞ്ഞു. ഉവ്വോ. ശില്പയുടെ കണ്ണുകളിൽ അത്ഭുതം. ആന്നേ. ഡേവിഡ് ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് ചിരിച്ചു. നന്ദ അവൻ്റെ ആ ചിരി തന്നെ നോക്കി നിന്നുപോയി. ശില്പ ചുമലിൽ പതിയൊന്ന് തട്ടിയപ്പോഴാണ് നന്ദക്ക് സ്ഥലകാലബോധം വന്നത്. നീ നൈസായിട്ട് അവൻ്റെ വായിൽ നോക്കുന്നുണ്ടോ നന്ദേ? ഡേവിഡ് കേൾക്കാതെ നന്ദയോട് ശില്പ ചോദിക്കുകയും ചെയ്തു. ഇല്ല, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നന്ദ വിക്കിക്കൊണ്ട് ചോദിച്ചു. വല്ലാതെ ഉരുളല്ല പെണ്ണെ, ഞാൻ കണ്ടത് തന്നെയാ ചോദിച്ചത്. ശില്പ വിട്ടുകൊടുത്തില്ല. ഒന്ന് പോയ പെണ്ണെ, ഞാൻ ഒന്നും നോക്കിയില്ല. നന്ദ സമർത്ഥിച്ചു. എന്താ രണ്ടും കൂടെ ഒരു ചെവി തിന്നൽ? ഞാനും കൂടെ കേൾക്കട്ടെന്നേ. ഡേവിഡ് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതോ, ദേ ഈ മിണ്ടാപൂജ കല ഉടക്കുകയായിരുന്നു. ശില്പ ചിരിയോടെ പറഞ്ഞു. എന്താ? ഡേവിഡ് ശില്പ പറഞ്ഞത് വ്യക്തമാവാത്ത പോലെ നെറ്റി ചുളിച്ചു. അതായത് രമണ, ഇവൾ നിന്റെ ചോര ഊറ്റിയെടുക്കുകയായിരുന്നെന്ന്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. നീ പ്രായം ചെല്ലുന്തോറും ഗ്ലാമറായി വരുമല്ലേ? പറയുന്നതിനൊപ്പം തന്നെ ശില്പ ഡേവിഡിൻ്റെ കവിളിൽ ചെറുതായി ഒന്ന് നുള്ളി വിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. വെറുതെ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്തു ശില്പ. ഞാനും ഉണ്ട്. ശില്പയ്ക്ക് പിന്നാലെ വെപ്രാളത്തോടെ ഓടാൻ തുനിഞ്ഞവളെ ഡേവിഡ് വേഗത്തിൽ തടഞ്ഞു. ഒപ്പം നന്ദയുടെ ചുമലിൽ പിടിച്ച് ആ ചുമരിലേക്ക് അങ്ങ് ചേർത്തു. നന്ദ പിടയുന്ന മിഴികളോടെ ഡേവിഡിനെ നോക്കി.
യോ ഇങ്ങനെയൊന്നും നോക്കല്ലേ കൊച്ചേ, എൻ്റെ ചങ്കിടിച്ചു പോകുന്നു. ഡേവിഡ് ഒരു കള്ളച്ചിരിയോടെ നെഞ്ചു തടവി. എനിക്ക് പോകണം, നന്ദ പറഞ്ഞു. നീ എന്നെ തന്നെ നോക്കി നിൽപ്പായിരുന്നു എന്ന് ശില്പ പറഞ്ഞല്ലോ, നേരാണോ കൊച്ചേ? ഡേവിഡ് ചിരിയോടെ ചോദിച്ചു. നന്ദ അത് എതിർക്കുമെന്നാണ് ഡേവിഡ് വിചാരിച്ചത്. പക്ഷെ അവൾ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഡേവിഡ് നല്ല സുന്ദരനാ, അന്നും ഇന്നും. നേർത്ത ശബ്ദത്തിൽ അവൾ അത് പറയവേ ഡേവിഡിൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് നിന്ന് അയഞ്ഞുപോയി. അവൻ നന്ദയെ തന്നെ ഉറ്റുനോക്കി. അവളുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരിയാണ്. കാന്തം പോലുള്ള കണ്ണാണ് ഡേവിഡിന്. മറ്റുള്ളവരെ അതങ്ങ് ആകർഷിച്ച് വശത്താക്കി കളയും. നന്ദ പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങവേ ഡേവിഡ് അവളെ പിന്നെയും തടഞ്ഞു. എന്നിട്ട് നീ എന്താടി എൻ്റെ വശത്താവാത്തത്? സ്വകാര്യം പോലെ ഡേവിഡ് ചോദിച്ചു. ആരു പറഞ്ഞു വശത്തായില്ല എന്ന്? നന്ദയുടെ ചുണ്ടിലുമുണ്ട് ആ ചിരി. ആ ചിരിയിൽ ഡേവിഡ് മയങ്ങിപ്പോന്നു, പണ്ടത്തെ പോലെ ഇപ്പോഴും. അബി പ്ലീസ്, ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയി. പ്ലീസ് എന്നോട് ക്ഷമിക്ക്. നീയും കൂടെ ഈ അവസരത്തിൽ എന്നെ ഉപേക്ഷിച്ച പിന്നെ ഞാൻ വട്ടപൂജ്യമാണ്. നിമിഷ തേങ്ങി തേങ്ങി പറയുകയാണ്. നിമിഷ മുന്നിൽ നിന്ന് മാറി. എനിക്ക് പോകണം. നീ ചെയ്തത് വിശ്വാസവഞ്ചനയാണ്, അതിന് മാപ്പില്ല. അബിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. അബിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് നിമിഷ ചെയ്തിരിക്കുന്നത്. നന്ദയോട് അവൻ പറഞ്ഞതും ചെയ്തതും ഒന്നും ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിലും നിമിഷയുടെ കാര്യത്തിൽ അബി എന്നും സത്യസന്ധത പുലർത്തിയിരുന്നു. കുഞ്ഞുനാൾ മുതൽ അബി അവളെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. ആ ഇഷ്ടത്തിൽ ഈയിടെയായി ഒരിത്തിരി ചായ്വ് വന്നപ്പോൾ, നന്ദയോട് ഒരിത്തിരി സ്നേഹം തോന്നിയപ്പോൾ എല്ലാം അബി സ്വയം ശാസിക്കുകയായിരുന്നു. നിമിഷയെ വഞ്ചിക്കുന്നത് പാപമാണെന്നും പറഞ്ഞ്. എന്നിട്ടിപ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം നന്ദയോട് താൻ ചെയ്ത ദുഷ്ടതകളുടെ ഫലമാണെന്ന് തോന്നിപ്പോയി അബിക്ക്. ശരി, അബിക്ക് എന്നോട് പൊറുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ ഒന്നിനും അബിയെ നിർബന്ധിക്കില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ അബി? ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ എത്തുന്നവരെയെങ്കിലും എൻ്റെ കൂടെ നിൽക്കാവോ? ഒരു റിക്വസ്റ്റാണ്. ആദ്യം അബി സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അബിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അത്രയും ദയനീയമായിട്ടാണ് നിമിഷ ചോദിക്കുന്നത് പോലും. അന്ന് രാത്രി ഡേവിഡ് ആ മുറ്റത്തിറങ്ങി വെറുതെ നടക്കുകയായിരുന്നു. അവനൊരു പരിചയമില്ലാത്ത ആ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല അസ്വസ്ഥത ഉണ്ട്. എന്നാലും നന്ദക്ക് വേണ്ടിയാണ് അവൻ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. പിറകിൽ ഒരു നിഴലനക്കം തോന്നിയപ്പോൾ ഡേവിഡ് പതിയെ തിരിഞ്ഞു നോക്കി. നന്ദയാണ്. എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാനങ്ങ് തിരിച്ചു പോയാലോ എന്നാലോചിക്കുകയാ, ഡേവിഡ് പതിയെ പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നാൻ? ഏയ് ഒന്നുമില്ല, എന്നാലും ഞാനും പോന്നോട്ടെ കൂടെ? നന്ദ പതിയെ ചോദിച്ചു. താ എൻ്റെ പിന്നാലെ വന്നാ എങ്ങനാ? ഇതിപ്പോൾ തൻ്റെ വീടല്ലേ. അപ്പോൾ നിമിഷയെ 2 പാടമൊക്കെ പിടിപ്പിച്ചിട്ട് പതിയെ വന്നാൽ മതി, ഡേവിഡ് ചിരിയോടെ പറഞ്ഞു. പക്ഷേ നന്ദയുടെ മുഖം വാടിയിരുന്നു. ഡേവിഡ് പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഞാനില്ലാതെ തനിക്ക് തനിച്ച് ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ? ഡേവിഡ് ആർദ്രമായി ചോദിച്ചു. നന്ദയില്ലെന്ന് വിലങ്ങനെ തലയാട്ടി. പിന്നെ എന്താ തൻ്റെ പ്രശ്നം? നന്ദയുടെ നെഞ്ചൊന്ന് വിങ്ങി. അവൾക്ക് ഡേവിഡിനെ കാണാതെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാ എന്ന് അവനോട് എങ്ങനെ പറയും എന്നവൾ ആശങ്കപ്പെട്ടു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഡേവിഡ് തൻ്റെ ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു എന്ന് എങ്ങനെ പറയും? നന്ദ ചിന്തിച്ച് നിന്നുപോയി. ആ ബാൽക്കണിയിൽ അന്നേരം ഡേവിഡിനെയും നന്ദയെയും നോക്കിക്കൊണ്ട് അബി നിൽപ്പുണ്ടായിരുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന നന്ദയുടെ മുഖത്തായിരുന്നു അവൻ്റെ ശ്രദ്ധ അപ്പാടെ. അബിയുടെ ഉള്ളിൽ അന്നേരം നഷ്ടബോധം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണമായും അവൻ്റെ മനസ്സ് നന്ദയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും നന്ദയെ തിരികെ കിട്ടണം എന്ന് അവൻ്റെ ഉള്ളിൽ ബാലിശമായ ഒരു വാശി വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. തുടരും സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. അധികം വൈകിപ്പിക്കാതെ എത്ര എളുപ്പം പാർട്ടുകൾ തന്ന് കഥ അവസാനിപ്പിക്കുന്നതാണ്. താങ്ക് യു.